ട്രിവാൻഡ്രത്ത് തന്നെ ഇപ്പോഴും അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഹിഡൻ സ്പോട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് സേവ് ആക്കി വെച്ചോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാറിയാണ് ഈ സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ അധികം എന്ന് പറയാനില്ല, അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ചെറിയൊരു ബിൽഡിങ്ങും കാവൽക്കാരുടെ ഒരു ചെറിയൊരു ഓഫീസ് പോലൊക്കെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ പ്രവർത്തനരഹിതമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോൾ വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. 4 സൈഡിലും പാറകൾ ചുറ്റപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. എടുത്ത് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ പറയാം, നിങ്ങൾ അവിടെ പോകുന്നെങ്കിൽ ദയവേത് ഒറ്റയ്ക്ക് പോകരുത്. ഒന്നും അധികം കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് മാത്രം പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. നമ്മൾ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ഗുണാകവയെ കാണിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പ്ലേസാണിത്. നമുക്ക് അവിടെ വന്ന് നിന്ന് മുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഒരു വലിയൊരു പാറക്കെട്ടിനകത്ത് അകപ്പെട്ട പോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ട്രിവാൻഡ്രത്ത് സത്യം പറഞ്ഞ് ഇങ്ങനെ ഒരു പ്ലേസ് ഇതുവരെ ഉള്ളതായിട്ട് പോലും എനിക്ക് അറിയില്ലായിരുന്നു. റീസെൻ്റായിട്ട് റീൽസ് കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷേ എന്തായാലും പോയത് നമുക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്ക് ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നിങ്ങളൊരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സ്പോട്ടിൽ പോകാൻ ശ്രമിച്ചു നോക്കണം. നിങ്ങൾക്ക് അവിടെ നിന്നൊരു വെറൈറ്റി അനുഭവം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ പോകുന്നവർ മാക്സിമം ഒരു 5:30 മണിക്ക് മുമ്പ് പോയിട്ട് തിരിച്ചിറങ്ങാൻ ശ്രമിക്കണം. കാരണം അവിടെ നല്ല കാടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇരുട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടി എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് DM ചെയ്യാം കേട്ടോ.